പ്രിയമുള്ളവരെ, വേദിയിലിരിക്കുന്ന ശ്രീ KP രാജേന്ദ്രൻ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ R ചന്ദ്രശേഖരൻ, ശ്രീ C ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, പ്രിയമുള്ളവരെ, രാജ്യം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. 2026 ആകുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളുടെ എണ്ണം 92 കോടിയിലെത്തുമെന്നാണ് ഈ സമീപകാലത്തുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു തൊഴിൽ സേന നമുക്കുണ്ടെങ്കിലും നമ്മളെ ഇവിടെ ഈ ചർച്ചയിൽ നമ്മളെ പ്രതിനിധീകരിക്കാൻ ഇവിടെ എത്തിയ ഇവരെല്ലാവരും തന്നെ നമ്മളെ ട്രേഡ് യൂണിയൻ നേതാക്കളാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു തൊഴിൽ സേന നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും നമ്മുടെ ട്രേഡ് യൂണിയനുകളിൽ അംഗമായിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണം വെറും 2.5 കോടി മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മുടെ തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്ന 2026 ആകുമ്പോഴത്തേക്ക് 92 കോടി നമ്മൾ പരിഗണിക്കേണ്ടി വരും എന്ന് പറയുന്ന തൊഴിലാളികളുടെ എണ്ണം. അതിൽ തന്നെ ഇന്ന് കുറച്ചെങ്കിലും ആനുകൂല്യങ്ങളും വേതനവും ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്നതിൽ അതിൽ വളരെ ചുരുക്കം 21% താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ബാക്കിയുള്ള തൊഴിലാളികൾ, നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള തൊഴിലാളികൾ, അവർ സംഘടിതരല്ല, അവർ അസംഘടിതരാണ്. അവർ വിവിധ മേഖലകളിൽ വിന്യസിക്കപ്പെട്ട് കിടക്കുകയാണ്. കാർഷിക രംഗത്തുള്ളവരുണ്ട്, നിത്യകൂലി വേലക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ അതിവിപുലമായിട്ടുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് നമ്മൾ ഈ തൊഴിലാളികൾ എന്ന് വിവക്ഷിക്കുന്ന ആ ഒരു സമൂഹം. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വളർച്ചയും തൊഴിലാളികളുടെ തളർച്ചയും എന്നുള്ള വിഷയമാണ്. അത് ആ ടോപ്പിക്കിൽ പറയുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. നമ്മുടെ 90-കൾക്ക് ശേഷമുള്ള നവ ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള സാമ്പത്തിക നയങ്ങൾക്ക് ശേഷമുള്ള രാജ്യത്തിൻ്റെ ചിത്രമെടുത്ത് പരിശോധിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. തൊഴിലാളികൾക്കിന്ന് യാതൊരു തരത്തിലുള്ള തൊഴിൽ സുരക്ഷയില്ല. ഉണ്ടായിരുന്ന തൊഴിൽ സുരക്ഷയും തൊഴിൽ നിയമങ്ങളും അവകാശങ്ങളും എല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സംശയമാണ്. ആനുകൂല്യങ്ങളില്ല, ആരോഗ്യ പരിരക്ഷകളില്ല. അങ്ങനെ എല്ലാ തരത്തിലും തൊഴിലാളികൾ അങ്ങേയറ്റം ക്ഷീണിതരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിനെ ആഴത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിയെടുക്കുക എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഈ രാജ്യത്ത് ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നൊരു വളരെ 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 തുച്ഛമായിട്ടുള്ള തൊഴിലാളികൾ മാത്രമേ അതിൽ അംഗങ്ങളായിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തൊഴിലാളി വിഭാഗത്തെ, തൊഴിലാളി വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യം ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് തല വികസന പദ്ധതികളിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലുണ്ടായിരുന്ന തൊഴിലവസരങ്ങളോ അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളോ അവരുടെ സേവന വേതന വ്യവസ്ഥകളോ എല്ലാം തന്നെ തീരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം ഈ സ്ഥിതിവിശേഷം നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ഇപ്പോൾ ഇവിടെ അനുവദിച്ചിട്ടുള്ള ഈ 50 മിനിറ്റ് പോരാ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവരെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തോട്, ഈ സമീപനത്തോട് രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ടുള്ള ഈ പ്രശ്നത്തിനോട് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. അപ്പോൾ ആ നിലപാടുകൾ ഒരു 10 മിനിറ്റിനകത്ത് നിന്നുകൊണ്ട് ഒന്ന് വിശദീകരിച്ച് പോകുന്നതായിരിക്കും നന്നാവുക. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുന്നതായിരിക്കും നന്നാവുക. സമയം കുറവായതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ചോദ്യം എടുത്തിട്ട് ഓരോരുത്തരോടും അതിൻ്റെ പ്രതികരണം ചോദിക്കുക എന്നുള്ളത് ഈ ഒരു വേദിയിൽ ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഈ ഒരു വിഷയം, അതായത് വളരുന്ന രാജ്യം, തളരുന്ന തൊഴിലാളികൾ, നമ്മൾ പറഞ്ഞതുപോലെ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയും നവ സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് തൊഴിൽ മേഖലകളും തൊഴിലാളികളും ഒക്കെ
അനുദിനം അന്യവൽക്കരിക്കപ്പെടുകയാണ്. അവർ വല്ലാതെ മാർജിനലൈസ് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥിതിവിശേഷത്തെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഈ 4 സംഘടനകളുടെയും ആളുകൾക്ക് സുവ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അവർ ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് KP രാജേന്ദ്രനെ ക്ഷണിക്കുകയാണ്. മലയാള മനോരമയുടെ ഈ വലിയ പരിപാടിയിൽ തൊഴിലാളികളെ സംബന്ധിക്കുന്ന ഒരു ചർച്ച സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. കാരണം തൊഴിലാളികളുടെ വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന വിമർശനം ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ രാജ്യത്ത് ഏതെങ്കിലും തൊഴിലെടുക്കുന്നവരാണ് നമ്മുടെ ജനസംഖ്യയുടെ മഹാഭൂരിപക്ഷം ജനങ്ങൾ. തൊഴിലെടുത്താലേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ജീവിക്കാൻ. ഇവിടെ ഇതിൽ പറയുന്ന വളർച്ച, രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, അത്തരമൊരു വളർച്ച നമ്മുടെ രാജ്യത്ത് ചില കണക്കുകൾ പറയുന്നു എന്നല്ലാതെ എല്ലാ നിലവാരങ്ങളിലും നോക്കിയാൽ തൊഴിൽ, തൊഴിലാളികളുടെ ജീവിതം, കാർഷിക മേഖല, നമ്മുടെ ഓരോ മേഖലകൾ എടുത്തെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പിന്നോക്കമാണ്, പുറകോട്ടേക്കാണ് പോകുന്നത്. പട്ടിണിയുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, തൊഴിലിൻ്റെ കാര്യത്തിൽ, തൊഴിലാളികളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ ഓരോ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യ മുന്നോട്ടല്ല, വളർച്ചയിലല്ല, വലിയ തകർച്ചയിലും പിന്നോട്ടേക്കാണ് പോകുന്നത് എന്ന വസ്തുത മറന്നു പോകരുത്. മറ്റ് കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടന സംബന്ധിച്ച വളരെ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. രാജ്യത്ത് തൊഴിലാളികൾക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിയമപരമായ പരിരക്ഷയെല്ലാം കിട്ടിയത് ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെയാണ്. ട്രേഡ് യൂണിയൻ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നതും തൊഴിലാളികളുടെ ഇത്തരം മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം AITUC രൂപം കൊള്ളുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ, സാമ്രാജ്യത്തിനെതിരായ സമരത്തിൽ തൊഴിലാളികളെ അണിനിരത്തുക എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ്. ലാലാ ലജ്പത് റായ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത മഹാനായ ലീഡറാണ്. അദ്ദേഹമാണ് AITUCയുടെ ആദ്യത്തെ സ്ഥാപക പ്രസിഡന്റ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ രാജ്യത്തെ പ്രഗത്ഭരായവരെല്ലാം നേതൃത്വം കൊടുത്ത് തൊഴിലാളികളെ സംഘടിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അന്ന് ദേശീയ നേതാക്കളെല്ലാം കണ്ടിരുന്നു. ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ ഈ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നത്? ഇന്ന് രാജ്യത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ തൊഴിലാളികളുടെ ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല? പാർലമെൻറ്റിൽ തൊഴിലാളികളെ സംബന്ധിക്കുന്ന അവർക്ക് ഏറ്റവും പ്രതികൂലമായ നിയമങ്ങൾ ഉണ്ടായപ്പോൾ പോലും, അതായത് ലേബർ കോഡുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയതെല്ലാം ഒരു ചർച്ച കൂടാതെയാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നമ്മുടെ പാർലമെൻറ്റിൽ നടന്നില്ല. ഞങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി എന്നതൊക്കെ പണിമുടക്ക് ഉൾപ്പെടെ. എന്നാൽ പാർലമെൻറ്റിൽ ഇതുപോലെ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ ആ നിയമങ്ങൾ തൊഴിലാളികൾ നേടിയെടുത്തിരുന്ന അവകാശങ്ങളെല്ലാം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ ഒരു ഗൗരവമായ വിഷയം നിൽക്കുന്നു. ഒരു ത്രികക്ഷി സമ്പ്രദായം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ILCൻ്റെ ലേബർ കോൺഫറൻസ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും എല്ലാം ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കൂടിയിട്ട് 8-9 വർഷമായി. അത്തരമൊരു ചർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി അതുപോലെ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ILOയിൽ അംഗമാണ്. ശ്രീ ചന്ദ്രശേഖരൻ ദീർഘകാലം അതിൻ്റെ ഗവേണിംഗ് ബോഡി അംഗമായിരുന്ന ആളാണ്. ILO എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ബൈൻഡിങ് ആണ്, അവിടെ നടപ്പാക്കേണ്ടതാണ്. ILOയുടെ തീരുമാനങ്ങളും ILO ഓരോ സന്ദർഭത്തിൽ അതിൻ്റെ സമ്മേളനങ്ങൾ എടുക്കുന്ന അതിൻ്റെ കൺവെൻഷനുകളൊന്നും ഇന്ത്യക്ക് ബാധകമല്ല. അപ്പോൾ എല്ലാ തലങ്ങളിലും ഒരു തൊഴിലാളി വിരുദ്ധ സമീപനം ഗവൺമെൻറ് തുടരുകയാണ്. അതിൽ 3-4 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്,
തൊഴിലാളികളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേതനം, കൂലി. പണിയെടുത്താൽ കൂലി. ആ കൂലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രാജ്യത്ത് നേരത്തെ മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി നിയമങ്ങളുണ്ട്. ഇന്ന് ആ നിയമം ഇന്ത്യ ഗവൺമെൻറ് പുതിയ ലേബർ കോഡിലൂടെ മിനിമം വേതനം എന്നത് അവസാനിപ്പിച്ചു. 1948 ഒരു നിയമമാണ് ഒരു ചർച്ചയില്ലാതെ മാറ്റി ഇപ്പോൾ പാസ്സാക്കിയ കോഡ് ഓൺ വേജ് അനുസരിച്ച് തൊഴിലാളികൾക്ക് ഇങ്ങനെ കുറഞ്ഞ കൂലിയൊന്നുമില്ല. ILO ഉൾപ്പെടെ ഞങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് ഡീസൻറ്റ് വേജ്, മാന്യമായി ജീവിക്കാനുള്ളൊരു വേതനം എന്നതാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ പുതിയ കോഡ് ഓൺ വേജ് അനുസരിച്ച് നമ്മുടെ വേതനം ഒരു ഫ്ലോർ വേജാണ്, അതായത് തറക്കൂലിയാണ്. തറക്കൂലി 200 രൂപയിൽ താഴെയാണ്. അപ്പോൾ 200 രൂപയിൽ താഴെ ഒരു തൊഴിലാളിക്ക് വേതനം കൊടുത്താൽ മതിയെന്ന് നിയമം പാസ്സാക്കിയ ഒരു രാജ്യമാണ്. അപ്പോൾ ഏതാണ്ട് ഗവൺമെൻറ് സമീപനം എന്നതിൽ വ്യക്തമാണ്. തൊഴിൽ സുരക്ഷ, തൊഴിലാളികളെ സംബന്ധിക്കുന്ന ഇവിടെ നേരത്തെ പറഞ്ഞ കണക്കിൽ ഈ തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷവും ഒരു സ്ഥിരം തൊഴിൽ ഇല്ല, അസംഘടിതരാണ്, അല്ലെങ്കിൽ തൊഴിലിലൊരു നിയമപരമായ പരിരക്ഷയില്ല എന്ന് മാത്രമല്ല, ഈ നേരത്തെ പാസ്സാക്കി വെച്ച ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ സ്ഥിരമായി നിയമിക്കേണ്ടതില്ല എന്നത് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കി കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് ഇപ്പോൾ ബാങ്കിലാണ് അത് പുറപ്പെടുവിച്ചത്. ബാങ്കുകളിൽ എപ്പോൾ വേണമെങ്കിൽ ബാങ്കിലെ ജീവനക്കാരെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടാം, ജോലിയിൽ നിന്ന് ഒഴിവാക്കാം. ഇത് നേരത്തെ ഓരോ മേഖലകളിൽ അവർ ഓരോന്നായി കൊണ്ടുവരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കുറേ സ്വകാര്യവൽക്കരിക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു, ചിലത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുമേഖല എന്നത് ഇന്ത്യ ഗവൺമെൻറ് മുമ്പിലുള്ള അജണ്ടയല്ല. അപ്പോൾ പൊതുമേഖല അതിൽ പണിയെടുക്കുന്ന എത്രയോ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾ, ആ തൊഴിലിൻ്റെ കണക്ക് റെയിൽവേ തൊട്ടെടുത്താൽ വലിയ തോതിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന എല്ലാ മേഖലകളിലും വെട്ടിക്കുറച്ചു വന്നു. BSNL തപാൽ പോലുള്ള മേഖല ഏതാണ്ട് സമ്പൂർണ്ണമായി അവസാന സ്റ്റേജിൽ നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്ഥിരം തൊഴിലും നഷ്ടപ്പെടുന്നു, തൊഴിലാളികളുടെ സ്ഥിരമായി കിട്ടുന്ന വരുമാനവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു. അതിലൊരു പോയിന്റ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പ്രൈവറ്റൈസേഷൻ്റെയും അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റഴിക്കുന്നതിൻ്റെ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഫലമായി റിസർവേഷൻ നഷ്ടപ്പെടുകയാണ്. ഭരണഘടനാപരമായി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിലവസരമുണ്ടായി. റിസർവേഷൻ അതൊരു അവകാശമാണ്. ഇത് പുതിയ സാഹചര്യത്തിൽ റിസർവേഷൻ ഇല്ല. സമ്പൂർണ്ണമായി റിസർവേഷൻ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊന്നും ഇനി ഇത്തരം തൊഴിലുകളിൽ ഒരു സംരക്ഷണമോ ഒന്നും ഇല്ലാതെ പോകുന്നു. രണ്ടാമത്, കൂട്ടായി വിലപേശാനുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കൂട്ടായി വിലപേശുക അത് ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കളക്റ്റീവ് ബാർഗൈനിങ് ഇന്ന് ചർച്ചയില്ല. ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, മാനേജ്മെൻറ്റുകളും തയ്യാറാകുന്നില്ല, അത്തരമൊരു ചർച്ച പോലും അനുവദിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഏകപക്ഷീയമായി മാനേജ്മെൻറ്റുകൾ, അതുപോലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റും അത്തരം ചർച്ചകളെ ട്രേഡ് യൂണിയനുകൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ സംഘടനകൾ തന്നെ പ്രവർത്തിക്കേണ്ടതില്ല. ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പ്രവർത്തനത്തിന് തന്നെ ഒരു കൂച്ചുവിലടങ്ങുന്ന വിധത്തിൽ തൊഴിലാളികൾ ഞങ്ങൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് തീരുമാനിക്കുന്ന കൂലി, അപ്പോൾ 8 മണിക്കൂറൊക്കെ അവിടെ അപ്രസക്തമായി, 10, 12, 14 മണിക്കൂർ ജോലിയായി. ജോലിയിൽ വരുന്ന അധിക സമ്മർദ്ദങ്ങൾ, അധിക ജോലി ഭാരം, സോഷ്യൽ സെക്യൂരിറ്റിയായി കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് സംരക്ഷണം, അതെല്ലാം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അടിമ വേലക്കാരായി, അടിമ തൊഴിലാളികളായി രാജ്യത്തെ ഈ പറഞ്ഞ 90-92 ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്ന സാഹചര്യം വരുന്നു. അതുകൊണ്ട് ഡീസൻറ്റ് വേജ്, നമുക്ക് അർഹതപ്പെട്ട വേതനം, തൊഴിൽ സംരക്ഷണം, തൊഴിൽ സുരക്ഷിതത്വം, തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം, സ്ത്രീ തൊഴിലാളികളുടെ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ കൂട്ടായ വലിയ ഒരു മൂവ്മെൻറ്റ് വളർന്നു വരണം. ട്രേഡ് യൂണിയൻ സംഘടനകൾ ഞങ്ങൾ അതിന് പരിശ്രമിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചർച്ചകളൊക്കെ അതിന് സഹായകരമാണ് എന്ന് കൂടി സൂചിപ്പിച്ച് ചില അഭിപ്രായങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഈ അവസരം കിട്ടിയതിനുള്ള നന്ദി അറിയിക്കുന്നു. സഖാവ് KP രാജേന്ദ്രൻ, നമ്മളിവിടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയും കോർപ്പറേറ്റ് വൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭരണഘടനാപരമായിട്ട്
ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്നു എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു പോയിന്റാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് സഖാവ് KT കുഞ്ഞിക്കണ്ണൻ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, സഖാവ് KP രാജേന്ദ്രൻ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളുടെ തുടർച്ചയായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ തൊഴിൽ വിപണിയുടെ അരക്ഷിതത്വം കൃത്യമായ സേവന വേതന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സാർവദേശീയമായ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള തൊഴിലാളി എന്ന ലേബർ എന്ന സങ്കല്പം തന്നെ നിയോ ലിബറൽ വികസന നയങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ KP സൂചിപ്പിച്ചതുപോലെ കരാർവൽക്കരണമാണ്. കരാർവൽക്കരണത്തിന് തന്നെ വിവിധ രൂപമുണ്ട്. പുറം കരാർവൽക്കരണമുണ്ട്, അതുപോലെ തന്നെ ദിവസക്കൂലിയുണ്ട്. കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് വർക്ക് അറ്റ് ഹോമാണ്. എന്ന് പറഞ്ഞാൽ സ്ഥിരം തൊഴിൽ എന്നത്, തൊഴിലാളികളുടെ കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ എന്നത് ഇന്നത്തെ മുതലാളിത്തം, നിയോ ലിബറൽ മുതലാളിത്തം ഇല്ലാതാക്കുന്നു. ആ നിയോ ലിബറൽ മുതലാളിത്തത്തിൻ്റെ വളർച്ച രാജ്യത്തിൻ്റെ വളർച്ചയായി കാണാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അംബാനിമാരും അദാനിമാരും വളരുന്ന ഒരു സമ്പദ്ഘടനക്കകത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദരിദ്രവൽക്കരിക്കപ്പെടുകയാണ്. ഏറ്റവും ഒടുവിലത്തെ 142 രാജ്യങ്ങളുടെ പട്ടിണി സൂചികകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിശക്കുന്നവരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പെട്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാം ഓർമ്മിക്കണം. എന്താണ് ഭക്ഷ്യക്ഷാമത്തിന്, പട്ടിണിക്ക് കാരണം? സാധാരണ തൊഴിലാളികൾക്ക് കൂലി കിട്ടാത്തതാണ്. കൂലി കിട്ടാത്തതിന് കാരണം എന്താണ്? അവർക്ക് തൊഴിലില്ലാത്തതാണ്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ വളർച്ചയുണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ വളർച്ച ജോബ്ലെസ് ആണ്, തൊഴിൽരഹിതമായ ഒരു വളർച്ചയാണ് ലോകത്തെല്ലായിടത്തും ഈ നിയോ ലിബറൽ നയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തൊഴിൽരഹിതമായ വളർച്ചയുടെ ഒരു പ്രത്യേകത എന്താണ്? അത് വിൽപ്പനയുടേതാണ്. അദാനിമാർ അംബാനിമാർ വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും പ്രൊഡക്റ്റീവായ ഉൽപാദനപരമായ മണ്ഡലങ്ങളിൽ പണം മുടക്കി ആളുകൾക്ക് തൊഴിൽ നൽകി രാജ്യത്തിന് ടാക്സ് നൽകി അങ്ങനെ ചരക്കുകൾ ഉൽപ്പാദിപ്പിച്ച് വളരുന്ന ഒരു മുതലാളിത്തമല്ല. ഈ രാജ്യം 50കളിലെ നമ്മുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി കെട്ടിപ്പടുത്ത സോവിയറ്റ് യൂണിയന്റെ ഒക്കെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തിയ നെഹ്റൂവിയൻ വികസനപാത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പൊതുമേഖലാ വ്യവസായ സംഘാതങ്ങളുടെ, നമ്മുടെ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി ഖനന മേഖല, വിഭവ സ്രോതസ്സുകൾ, ഇതെല്ലാം തന്നെ വിറ്റ് തുലക്കുന്ന ഈ നിയോ ലിബറലിസത്തിന്റെ ജോബ്ലെസ്സായ ഗ്രോത്തിന്റെ ഒരു പ്രധാനമാണ് ഡിസ്ഇൻവെസ്റ്റിഗേഷൻ. മന്ത്രിസഭാ വകുപ്പാവുകയാണ്, ഒരു മന്ത്രിതല വകുപ്പാവുകയാണ്. അപ്പോൾ അപനിക്ഷേപവൽക്കരണത്തിലൂടെ വളരുന്ന ഒരു മുതലാളിത്തം, ആ മുതലാളിത്തം തൊഴിൽ നൽകില്ല. മുതലാളിത്തത്തിന്റെ 19ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ മാനങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന, അങ്ങനെ എന്താണ് വലിയ രീതിയിലുള്ള ഏറ്റെടുക്കൽ, മർജറുകൾ, ടേക്ക് ഓവറുകൾ, ബൈ ഔട്ടുകൾ, സെല്ലൗട്ടുകൾ, ഇതാണ് ഈ മുതലാളിത്തത്തിന് കീഴിൽ നടന്നത്. ഈ ചൂതാട്ട മുതലാളിത്തമാണ് അംബാനിമാരിലൂടെ അദാനിമാരിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ ദുർമേധാസായി വളർന്നിരിക്കുന്നത്. ഈ വളർച്ചയെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് രാജ്യത്തിന്റെ വളർച്ചയാണെന്ന് പറയാൻ കേട്ടില്ല. ഇവിടെ KP രാജേന്ദ്രൻ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നം, ഒരു തൊഴിലാളി വർഗ നിലപാട് നമ്മൾ കാണണം. ഇപ്പൊ എന്താണ് ലോകത്തെല്ലായിടത്തും എന്താണ്? ഫ്ലെക്സിബിൾ ഓഫ് ലേബർ ആണ്. ഫ്ലെക്സിബിൾ ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യവസ്ഥാരഹിതമായി ഉപാധിരഹിതമായി മുതലാളിത്തത്തിന്, വൻകിട ഫാക്ടറി ഉടമകൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒന്നിനെയാണ് ഫ്ലെക്സിബിൾ എന്ന വാക്കുകൊണ്ട്. എവിടെ വെച്ചും ഒരു ബാധ്യതയും മുതലാളിമാർക്കില്ല. ILO അംഗീകരിച്ച തൊഴിൽ നിയമങ്ങൾ ബാധകമല്ല. ഇന്ത്യ 1926 ബ്രിട്ടീഷ് ഭരണാധികാരികളോട് സമരം ചെയ്താണ് വിക്ടോറിയ രാജ്ഞിയുടെ അനുവാദത്തോടു കൂടി ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കണം, 4 ലേബർ കോഡാക്കി നമ്മുടെ തൊഴിൽ തർക്ക നിയമങ്ങളെ എമൻമെന്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ എമൻമെന്റിലൂടെ ഇപ്പോൾ കർണാടക സർക്കാർ, ആന്ധ്ര സർക്കാരും വിജ്ഞാപനം ഇറക്കിയിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫാക്ടറികളിൽ യൂണിയൻ ഉണ്ടാക്കരുത്. തൊഴിൽ സമയം ചിക്കാഗോയിലെ ചോരയിൽ നിന്നാണ് ലോക തൊഴിലാളി വർഗം അതിന്റെ അവകാശ പോരാട്ടത്തിന്റെ മുഷ്ടി ചുരുട്ടിയത്. ഇന്ത്യയിലെത്തുമ്പോൾ, നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യയിലെത്തുമ്പോൾ 12 മണിക്കൂർ പണിയെടുക്കണം തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിലെ ഒരു സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ മാറ്റങ്ങൾ, നിയമങ്ങളുടെ ഭേദഗതികൾ, ഇതെല്ലാം തന്നെ എന്താണ്? തൊഴിലാളി വർഗത്തെ, അതിൻ്റെ വർഗപരമായ സത്തയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ മുതലാളിത്തത്തിന് തൊഴിൽ വിപണിയിൽ വാങ്ങാനും കൊടുക്കാനും ഹയർ ആൻഡ് ഫയർ ആണ്. ഈ ഹയർ ആൻഡ് ഫയർ തിയറിയാണ് ഈ നവമുതലാളിത്തത്തിൻ്റെ, നിയോ ലിബറൽ മുതലാളിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കുന്നത്. ഇതിനെതിരായിട്ട് സാർവദേശീയ തലത്തിൽ തന്നെ WFTO അടക്കമുള്ള നിരവധി ട്രേഡ് യൂണിയൻ കൂട്ടായ്മകൾ അതിശക്തമായ വിപുലമായ പ്രചരണ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ തൊഴിലാളി വർഗം തന്നെ ഇപ്പോൾ
തൊഴിൽ സമയം 12 മണിക്കൂറാക്കാനുള്ള നീക്കങ്ങളിലെ സെപ്റ്റംബർ 13 ഇന്ത്യൻ തൊഴിലാളി വർഗം ഈ കാര്യത്തിൽ INTUC-യും BMS-ഉം CIT-യും ATC-യും ഒന്നുമില്ല കേട്ടോ. ഇന്ത്യൻ തൊഴിലാളി വർഗം ഒന്നിച്ച് ഇത്തരം നയങ്ങളെ എതിർക്കുന്നുണ്ട്. സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് വഴങ്ങുകയാണ്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങുന്ന സർക്കാരുകൾ തൊഴിലാളി വർഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ പിറകോട്ട് പോയതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് കൂലിയില്ല. ജോലിയുണ്ടെങ്കിൽ തന്നെ കൂലിയില്ല. കരാർ തൊഴിലാളികളാണ്. അപ്പൊ ദിവസക്കൂലിക്കാരാണ്. ഈ രീതിയിൽ എന്താണ് നിശ്ചിതമായ സാർവദേശീയ അംഗീകാരമുള്ള തൊഴിൽ വ്യവസ്ഥകൾ, വേതന വ്യവസ്ഥകൾ, സേവന വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ വളരെ നിർദ്ധയമായ പരിതാപകരമായ ഒരു അവസ്ഥയുള്ളത്. ഇപ്പൊ EPW പുറത്ത് കൊണ്ടുവന്ന ഒരു കണക്കുണ്ടല്ലോ. ആ കണക്ക് എന്താണ്? കോവിഡ് കാലത്ത് ഇന്ത്യയിൽ 5 ലക്ഷം കുടിയേറ്റ തൊഴിലാളികൾ, മൈഗ്രൻസ് ആണ് മരണപ്പെട്ടത്. തൊഴിൽ മേഖലകളിൽ നിന്ന് കോവിഡ് വൈറസ് പടർത്തിയ ഭീതിയെ ഭയന്ന് ഓടിപ്പോയവർ, സ്റ്റേറ്റിന്റെ സർക്കാരിന്റെ സംരക്ഷണമില്ലാത്തവർ, അവർ നിർദ്ധയമായി എന്താണ് നമ്മുടെ തെരുവീതികളിൽ റെയിൽപ്പാളങ്ങൾ മരിക്കുകയാണ്. അങ്ങനെ 5 ലക്ഷം തൊഴിലാളികൾ മരിച്ചു വീണ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അത്തരമൊരു രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് വേണം ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ സമീപിക്കാൻ. ഞാൻ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും ഈ ലേബർ കോഡിനെതിരായിട്ട്, ഈ തൊഴിൽ വ്യവസ്ഥകളെ, സേവന വ്യവസ്ഥകളെ, തൊഴിലാളികളുടെ അവകാശങ്ങളെ ഒക്കെ ഇല്ലാതാക്കുന്ന ഈ നിയോ ലിബർ നയങ്ങൾക്കെതിരായിട്ട് കക്ഷിഭേദമില്ലാതെ തൊഴിലാളികൾക്ക് പല കക്ഷികളിലും പ്രവർത്തിക്കാം. പക്ഷെ അതൊരു ക്ലാസ്സാണ്, ഒരു വർഗമാണ്. ഒരു വർഗം എന്ന നിലക്ക് ഒന്നിക്കണം. ആ ദിശയിലാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളൊക്കെ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ട്രേഡ് യൂണിയൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരം പ്ലാറ്റ്ഫോമുകൾ വിപുലപ്പെടുത്തണം എന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ നൽകുന്ന ഒരു ദിശാബോധം എന്ന പ്രത്യാശയോടെ ഞാൻ അവസാനിക്കും. താങ്ക് യു KT. രാജ്യം അവകാശപ്പെടുന്ന വികസനം, ആ വികസനത്തിൽ തൊഴിലാളികൾ കൂടി പങ്കാളികളായി അതിൻ്റെ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് കൂടി കിട്ടുന്ന തരത്തിൽ ഉള്ള ഒരു വികസനത്തിന് മാത്രമേ നമ്മളൊരു പുരോഗമനപരമായിട്ടുള്ള വികസനം എന്ന് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വളരെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ച് സ്വകാര്യവൽക്കരിച്ച് കോർപ്പറേറ്റ് വൽക്കരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വികസനം, അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസനം, അത് തൊഴിലാളികളെ കൂടുതൽ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് സഖാവ് KT ഇവിടെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ശ്രീ R ചന്ദ്രശേഖരൻ സംസാരിക്കും. മലയാള മനോരമ പോത്തൂസ് എന്ന ഒരു വലിയ ചർച്ചാ പരമ്പര തന്നെ നടത്താൻ, അത് ലോകത്തുള്ള പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഒരു പ്രാദേശിക വർത്തമാന പത്രം ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തുന്നു എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മളൊക്കെ ജീവിക്കുന്ന ഭാരതം, ഈ രാജ്യം 3 ഘട്ടങ്ങളിലായി കടന്നുപോയതാണ്. ഒന്ന്, ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ അധീശത്തിലുള്ള ഭാരതം. അതിനുശേഷം 1947 ശേഷമുള്ള 1991 വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഇന്ത്യ രാജ്യം, 91 മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ വർത്തമാന കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകതകളുടെ ഭാഗമാണ് ഇന്ന് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് തന്നെ അടിസ്ഥാനമായി കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ സഖാവ് KP സൂചിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഊർജ്ജസ്വലത പങ്കെടുക്കാൻ തൊഴിലാളികൾ ഉണ്ടാകണമെന്ന മഹാത്മാഗാന്ധിയുടെ നിശ്ചയമാണ് രാജ്യത്താകമാനമുള്ള പണിയെടുക്കുന്നവരുടെ കൂട്ടായ്മയായി ആൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് 1920 സ്ഥാപിതമായത്. 1915 എത്തിയെങ്കിലും 17 മുതൽ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ മഹാത്മാഗാന്ധിയാണ് രാജ്യത്ത് തൊഴിലാളികൾ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പടയാളികളാകണമെന്ന് ആഗ്രഹിച്ചത്. അതിൻ്റെ ഫലമായി ഉണ്ടായ സംഘടനാ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാണ് AITUC എന്നുള്ളതിന് തർക്കം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ട്രേഡ് യൂണിയനുകൾ ഉണ്ടാകണം. അവരുടെ ശക്തിയും അവരുടെ അവകാശങ്ങളും അവകാശ സമരങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ പായിക്കുന്നതിന് വേണമെന്ന് തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നെഹ്റു, ഒന്നാമത്തെ പ്രധാനമന്ത്രി, രാജ്യത്തിന് കൊണ്ടുവന്ന മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രം, ആ മിക്സഡ് എക്കണോമിയെ അക്കാലങ്ങളിലൊക്കെ എതിർത്തവരെല്ലാം ഉണ്ട്. പക്ഷേ പിന്നീട് അത് മിക്സഡ് എക്കണോമി ആയിരുന്നു ഇന്ന് നാം അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കാളൊക്കെ വളരെ ഫലപ്രദമായിരുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇവിടെ കുഞ്ഞിക്കണ്ണൻ തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മിക്സഡ് എക്കണോമിയുടെ കാലഘട്ടം മാത്രമല്ല, അന്ന് ഓരോ വിഭാഗം തൊഴിലാളികൾക്കും
അവരുടെ തൊഴിലിനനുസരിച്ചുള്ള സംരക്ഷണം കൊടുക്കുവാനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കാനും അതിന് കൃത്യമായി പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം ചർച്ച ചെയ്ത് നിയമങ്ങൾ പാസാക്കിയ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മറക്കാൻ പാടില്ല. അങ്ങനെ ചർച്ച ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രയോജനം, അതിൻ്റേതായ പോരായ്മകൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അങ്ങനെ ആ രാജ്യത്തിൻ്റെ പുരോഗതി ഒരു 1991 വരുമ്പോഴത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വളരെ ശക്തമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വളരെ ശക്തിയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വളരെ ശക്തമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ സംരക്ഷണം ജനങ്ങൾക്കാകെ കിട്ടുന്ന ഒരു സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ആഗോളതലത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെ ഫലമായി 1991 നമ്മുടെ രാജ്യവും ലിബറലൈസേഷൻ അല്ലെങ്കിൽ LPG എന്ന ഒരു പദ്ധതിയിലേക്ക് പോകേണ്ടതായി വന്നു. ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഉത്ഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുന്നവർക്ക് അവരുടേതായ ഒരു പരിരക്ഷ കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പോലുള്ള പദ്ധതികളൊക്കെ അന്ന് ആ കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കാൻ പാടില്ല, ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വിൽക്കരുത് എന്നുകൂടി അന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 3 പില്ലർ സിസ്റ്റം ശക്തി പ്രാപിച്ചേ കഴിയൂ എന്ന് അന്നത്തെ ഭരണാധികാരികൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് 3 പില്ലർ? പണം മുടക്കുന്ന മുതലാളിമാർ, അത് ഗവൺമെൻറ് ആയാലും മുതലാളിമാരായാലും പണം മുടക്കുന്നവർ, അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റൽ, അതായത് പണം. 3, ഈ പണവും അതിൻ്റെ നിബന്ധനകളും കൊണ്ടുവരുന്ന എല്ലാ സംവിധാനങ്ങളെയും ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. അപ്പോൾ ക്യാപിറ്റൽ, ഗവൺമെൻറ്, ലേബർ, ഈ 3 പില്ലർ ഒരുപോലെ ശക്തമായി മുന്നോട്ട് പോകണമെന്നുള്ള കൺസെപ്റ്റാണ് എല്ലാ കാലത്തും ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ദീർഘമായി പോകുന്നില്ല. പക്ഷേ ആ 3 പില്ലറിൽ 2 പില്ലർ ഇല്ല, 1 പില്ലർ നഷ്ടപ്പെടുന്നു, 2 പില്ലർ ശക്തമാകുന്നു. ഒന്ന് സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിലേക്ക് കടന്നു വരുന്ന ഗവൺമെൻറ്റുകൾ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പ്രോവിൻസ് ഗവൺമെൻറ്റുകളായാലും, ആ ഗവൺമെൻറ്റുകൾ ആ രാജ്യത്തുണ്ടാകുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെ ആ ജനങ്ങളെ ആകെ വെറും കന്നുകാലികളാക്കി അഴിച്ചുവിടുന്നതിന് പകരം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിബന്ധനകൾ, നിയമങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ പരിരക്ഷകൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം. നിർഭാഗ്യവശാൽ ഇന്നത്തെ ഗവൺമെൻറ് 11 വർഷമാകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. രാജ്യത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു, ഞാൻ ILOയുടെ ഗവേണിംഗ് ബോഡിയിലുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി വരുന്ന തൊഴിൽ വകുപ്പ് മന്ത്രിമാർ, ഈ രാജ്യത്തിൻ്റെ ലേബർ സെക്രട്ടറിമാർ, രാജ്യത്തിൻ്റെ അംബാസിഡർമാർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് അന്തർദേശീയ മേഖലകളിലുള്ളതെല്ലാം പൂർണ്ണമായി കൈപൊക്കി അംഗീകരിച്ച് അതിന് വോട്ട് കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. അവിടെ അംഗീകരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. 2030 വേൾഡ് ലോകാടിസ്ഥാനത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഭാഗമായി 2030 ആകുമ്പോൾ ഡീസൻറ്റ് ജോബ് ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളിൽ ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ച ഒരു നയമാണ് ഐക്യരാഷ്ട്രസഭയുടെ. ആ നയത്തിന് യോജിച്ച പ്രധാനമന്ത്രി, ആ നയത്തിനോട് ചോദിച്ച കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? 172 രൂപ കൊടുക്കുന്ന തറക്കൂലി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും പണിയെടുക്കുന്നവരുമായി വേണ്ട എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് മുതലാളിമാരെയും കോർപ്പറേറ്റുകളെയും കയറൂരി വിടുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അപമാനം തോന്നുന്ന തരത്തിലാണ് ഈ പാർലമെൻറ്റിനകത്ത് ഒരു നിമിഷം പോലും ചർച്ച ചെയ്യാതെ ഏതോ കുറച്ച് ആളുകൾ വന്നു കയറിയിരുന്ന് ജനത്തിന് ജനാധിപത്യത്തിൽ വോട്ട് കിട്ടുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ MP-മാർ വരുന്നത് സ്വാഭാവികമാണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഒരു ചർച്ച പോലും ചെയ്യാതെ പാർലമെൻറ്റിലുള്ള പ്രതിപക്ഷ ശബ്ദങ്ങളെ ബലമായി പിടിച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊണ്ട് പുറത്താക്കി ആ പാർലമെൻറ്റിൽ ലേബർ കോഡ് പാസ്സാക്കി എന്ത് ലാഘവത്തോടു കൂടിയാണ് അത്തരമൊരു നിലപാടെടുത്തത്. ആ ലേബർ കോഡിൻ്റെ പ്രത്യാഘാതം എന്താണ് വരാൻ പോകുന്നത്? നമുക്കിവിടെ പറഞ്ഞല്ലോ, നമ്മളിവിടെ നടക്കുന്ന കുട്ടികൾ, ഈ നാട്ടിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ആളുകൾ, അവരുടെ ജോലി, അവർക്ക് എന്ത് വരുമാനം, ഒരു രാജ്യത്തിൻ്റെ എൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം ഞാൻ പറയുകയാണ്. മനോരമ പോലുള്ള ഒരു പത്രത്തിൻ്റെ ഈ വേദിയിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ്റിനൊരു കാഴ്ചപ്പാട് വേണം. അതിന് പ്രധാനപ്പെട്ടത് ഒരു ദേശീയമായ മിനിമം വേതനം ഉണ്ടാകണം. നമ്മൾ ആവശ്യപ്പെടുന്നത് 1000 രൂപയാണ്. 1000 രൂപ ഒരു ഏത് തൊഴിലെടുത്താലും ഒരു രാജ്യത്താകെ മിനിമം വേതനം ഉണ്ടെങ്കിൽ ആ ലിവിങ് കണ്ടീഷൻ,
ആ ഒരു കുടുംബം ജീവിക്കുന്നതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നിശ്ചയിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സർക്കാർ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണെങ്കിൽ ഈ ജനങ്ങളെ ഈ പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ പോലും നമ്മളെല്ലാം പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് തന്നെയാണ്. കെ.പി. രാജേന്ദ്രനും കുഞ്ഞിക്കണ്ണനും ഓർക്കാൻ വേണ്ടി പറയുന്നു, കേരളത്തിലെ വ്യവസായ മന്ത്രിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോൺക്ലേവ് നടത്തി. ഞാൻ അദ്ദേഹത്തോട് ഒരു ദിവസം ചോദിച്ചു, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിങ്ങൾ എന്താണെന്ന് ഉദ്ദേശിക്കുക? മനുഷ്യനെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് മിഷൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന പടത്തിൽ പറയുന്നത് പോലെ മിഷൻ കൊണ്ടുവന്ന് ഇതെല്ലാം നടത്താൻ വേണ്ടിയിരിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രയോജനമുള്ള ഭാഗം നമുക്ക് എടുക്കണം, അതിൻ്റെ പുരോഗതി വേണം. പക്ഷേ അതേപോലെ തന്നെ ഒരു തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഉൽപ്പാദനം, ഒരു ചുമട്ട് തൊഴിലാളി ഒരു ദിവസം ചെയ്യുന്ന ജോലി, അതിൻ്റെ ഭാഗത്തൊരു പ്രൊക്ലൈൻ വരുമ്പോൾ, ഒരു ടിപ്പർ വരുമ്പോൾ, ഒരു യന്ത്രവൽക്കരണം നടക്കുമ്പോൾ 1000 മടങ്ങ് ജോലിയാണ് നടക്കുന്നത്. ആ 1000 മടങ്ങ് ബെനിഫിറ്റ് കിട്ടുന്നത് ഗവൺമെൻറ്റിനാണ്, 1000 മടങ്ങ് ബെനിഫിറ്റ് കിട്ടുന്നത് മുതലാളിമാർക്കാണ്, മാനേജ്മെൻറ്റുകൾക്കാണ്. അതിൻ്റെ ഒരു അംശം ഈ തൊഴിലാളികൾക്ക് 1000 രൂപ കൊടുത്തുകൊണ്ട് മിനിമം വേതനം പ്രഖ്യാപിച്ചുകൊണ്ട് അവനെ കൂടി സംരക്ഷിച്ച് അവൻ്റെ മിനിമം ജീവിത നിലവാരം നിശ്ചയിച്ച് പോകാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് മാറിക്കൊണ്ട് എങ്ങനെയെങ്കിലും പോകട്ടെ, ചന്തയിൽ അഴിച്ചുവിടുന്ന പോലെ ജനങ്ങളെ അഴിച്ചുവിട്ട് 144 കോടി ജനങ്ങൾ ഈ രാജ്യത്ത് ആർക്കും വേണ്ടാത്തവരായി മാറുന്ന ഭയാനകമായ ഒരു ചിത്രത്തിലേക്കാണ് പോകുന്നത്. ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യം 171 കോടി തുടങ്ങിയ ഈ സാമ്പത്തിക പ്രവർത്തനം ഇന്ന് നിൽക്കുന്നത് 48 ലക്ഷം കോടിയിലാണ്. 48 ലക്ഷം കോടി രൂപ വരുമാനമുള്ള ഒരു രാജ്യത്തിൻ്റെ തൊഴിലാളികളും ജനങ്ങളും അവർക്കുള്ള വിഹിതം എന്താണ് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കാതിരുന്നാൽ വരുന്ന കുഴപ്പം ഇവിടെ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുപോലെ, അദാനി തുടങ്ങിയത് 1000 കോടിയിലാണെങ്കിൽ ഇന്ന് ലോക കോടീശ്വരനായി മാറിക്കൊണ്ടിരിക്കുന്നത് ദിവസം തോറും ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭമുണ്ടാക്കുന്ന മാനേജ്മെൻറ്റ് വ്യവസ്ഥിതി, ആ ഒരു കോർപ്പറേറ്റ് സമ്പ്രദായം, അദാനി മാത്രമല്ല ലോക കോടീശ്വരന്മാരെല്ലാം ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഈ അപകടകരമായ സാഹചര്യങ്ങൾ കൃത്യമായി നമുക്ക് ചർച്ച ചെയ്യണം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. തൊഴിലാളികൾ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കോഴിക്കോട് ഇത് നടക്കുമ്പോൾ കോംട്രസ്റ്റ് മറക്കാൻ കഴിയുമോ? കോഴിക്കോട് നടക്കുമ്പോൾ സ്റ്റീൽ കോംപ്ലക്സ് മറക്കാൻ കഴിയുമോ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ച ഒരു രാജ്യത്ത് പൊതുമേഖലയിൽ ജോലി കിട്ടിയവർ വഴിയിൽ ഗതിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ KSRTCക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേക്ക് ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ വ്യവസായങ്ങളെയും തൊഴിൽപരമായി കൂടി നിലനിർത്തിക്കൊണ്ട് പുരോഗതി കിട്ടുന്നതിൻ്റെ ഭാഗം തൊഴിൽ ലഭ്യത കൂടി ആക്കിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള രാജ്യമാണ് ഇന്ത്യ, അത് മറന്നു പോകരുതെന്ന് മാത്രമേ INTUCയുടെ പ്രതിനിധിയായി എനിക്ക് ഈ ഒരു ഉന്നതമായ ചർച്ചാവേദിയിൽ പറയാനുള്ളൂ. ജനങ്ങളെ മറക്കരുത്, ജനങ്ങളെ കൂടെ നിർത്തണം. അവർക്ക് മിനിമം ലിവിങ് കണ്ടീഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് എന്ന് മറന്നു പോകരുത്. അത് അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ബഹുമാനായ മോഡറേറ്റർ ശ്രീ അനിൽ, ബാക്കി ഞങ്ങൾ 3 പേര് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചെറിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. ബാക്കി എല്ലാത്തിലും യോജിക്കാം. അപ്പോൾ നമ്മുടെ വിഷയം, സമയം ഞാൻ കൃത്യമായിട്ട് പാലിക്കും. സമയം വളരുന്ന രാജ്യവും തളരുന്ന തൊഴിലാളിയാണ്, ശരിയാണ്. 1990 ഇറക്കുമതി, ക്രൂഡ് ഓയിൽ അടക്കം ഇറക്കുമതി ചെയ്യാൻ നിവൃത്തിയില്ലാതെ 67 ടൺ സ്വർണം വലിയ ട്രെയിലർ ലോറിയിൽ കയറ്റി, കപ്പലിൽ കയറ്റി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും പണയം വെച്ച രാജ്യമാണ്. അന്നത്തേക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ പണയം വെച്ച രാജ്യമാണ്. അവിടെ നിന്ന് ഇന്ന് രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഏതാണ്ട് 780 ബില്യൺ US$ കരുതൽ ശേഖരം, 800 ടണ്ണിലടക്കമുള്ള സ്വർണ്ണ ശേഖരം, ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരമുള്ള 4ാമത്തെ രാജ്യം, 3.92 ട്രില്യൺ സമ്പത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തി, രാജ്യത്തെ GDP 7.3 ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 8.2 GDP പോയി. 9.9% മാനുഫാക്ചറിങ് ഗ്രോത്ത്, 7.1% നമ്മുടെ മൈനിങ്ങിന്റെ ഗ്രോത്ത്. അപ്പൊ മൊത്തം നോക്കിയാൽ ഈ രാജ്യം തളരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഈ രാജ്യം വലിയ, ഞാൻ പറഞ്ഞില്ല, സ്വർണം പോലും പണയം വെച്ചിടത്ത് നിന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തുന്നൊക്കെ ലോകരാജ്യമായി മാറി. പക്ഷേ തൊഴിലാളികളെ സംബന്ധിക്കുന്ന സമയത്ത് ഒരു സത്യമാണ്. എന്താണ്? ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അസംഘടിത മേഖലയിലാണ്. അവിടെ ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ വളരെ ദുർബലമാണ്. BMS ആണ് 1ാം സ്ഥാനം. വളരെ ദുർബലമാണെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ അപ്രിസിയേഷൻ ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ശ്രം പോർട്ടൽ,
ഈശ്വരം പോർട്ടലിലെ രജിസ്ട്രേഷന്റെ ഫലമായി 30 കോടി തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ രജിസ്റ്റർ ചെയ്തു. ഇന്ന് അതിനൊരു കണക്കുണ്ടായി. എപ്പോ 1948 മിനിമം വേജ് കൊടുക്കാൻ നിശ്ചയിച്ച് 1952 മിനിമം വേജ് ആ നിയമം പാസ്സായ രാജ്യത്ത് 7% തൊഴിലാളിക്കാണ് ഇന്നും മിനിമം വേജ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമത്തെ മാറ്റാൻ രാജീവ് ഗാന്ധി ഒരു ശ്രമം നടത്തി. റിഡ്രസൽ ആൻഡ് ഗ്രിവൻസ് ബില്ല് കൊണ്ടുവന്നു 86. അപ്പൊ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ മാറണം. 2ാം ലേബർ കമ്മീഷൻ ആ കാര്യം പറഞ്ഞതാണ്. അവിടെ ഇപ്പോ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ വിഷയത്തിലേക്ക് രാഷ്ട്രീയം കലർത്തിയാൽ നമുക്ക് സത്യസന്ധമായി വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ കോഡ് ഓൺ വേജസ് ആയിക്കോട്ടെ, സോഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ റിലേഷൻ ആയിക്കോട്ടെ, ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആയിക്കോട്ടെ, ഈ 4 കോഡും പരിശോധിക്കുമ്പോൾ അതിൽ ഇന്ന് കേരളത്തിലെ മിനിമം വേജ് എത്രയാണോ ആ മിനിമം വേജ് കുറയ്ക്കാൻ ഒരു അധികാരവും ഇപ്പം നിശ്ചയിച്ച വേജസ് കോഡ് ഓൺ വേജസ് സമ്മതിക്കുന്നില്ല ഒരു സംസ്ഥാനത്ത്. മറിച്ച് അത് നിലനിർത്തിക്കൊണ്ട് കേന്ദ്രം നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ അത് പുതുക്കണം എന്നാണ് ധാരണ. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ 7% ഉണ്ടായിരുന്ന ആളുകൾക്ക് 100% മിനിമം വേജ് കൊടുക്കാനാണ് ശ്രമം. മറ്റൊന്ന്, ഈ അസംഘടിത മേഖലയിലെ കോടിക്കണക്കിന് തൊഴിലാളികൾ, ആ മുഴുവൻ ആളുകൾക്കും സോഷ്യൽ സെക്യൂരിറ്റി, ഇപ്പൊ നമുക്കറിയാമല്ലോ, വല്ലാണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം. രാജ്യത്ത് 60 വയസ്സ് പൂർത്തിയാക്കിയ ആള് തൊഴിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾക്കെല്ലാം മിനിമം ഗ്യാരണ്ടിയായ ഒരു പെൻഷൻ കിട്ടണം. അപ്പൊ ഇത്തരം സ്കീമുകൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മൾ അന്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എല്ലാം കാടടച്ച് ആക്ഷേപിച്ചാൽ പ്രശ്നം സത്യസന്ധമായി വിലയിരുത്തലാവില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞെല്ലാം ശരിയാണ്. ഒരു കാര്യം ഒഴിച്ചു നിർത്തി, ഏതാണ് ശരിയായി കാണാൻ നമുക്ക് പറ്റുന്നില്ല. അവിടെ എല്ലാം നമ്മുടെ കണ്ണിൽ അന്ധമായ ഒരു രാഷ്ട്രീയം വരികയാണ്. അതാണ് പ്രശ്നം. നമ്മൾ വിലയിരുത്തിയാൽ ഇവിടെ കേരളത്തിലെ സ്ഥിതി എന്താ? 60% കരാർവൽക്കരണം. 3.5 കൊല്ലമായി DA കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക്. ഞാൻ ഒരുപാട് വിവാദത്തിലേക്ക് പോകുന്നില്ല. KSRTC തള്ളിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? പ്രശ്നം ട്രേഡ് യൂണിയനെ പ്രതികരിക്കുന്ന നേതാക്കന്മാരും സംഘടനകളും ഈ പ്രശ്നങ്ങളെ എന്താണ് എതിർക്കുന്നത്? ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെ ഗൗരവമായി ചർച്ച ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും നല്ലൊരു ആശയമാണ് മലയാള മനോരമ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ടുവന്നത്. ഈ വളരുന്ന രാജ്യവും തളരുന്ന തൊഴിൽ മേഖലയും അത് സത്യസന്ധമായി ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്യപ്പെടുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, കോഡ് ഓൺ വേജസ് തള്ളിക്കളയാൻ കഴിയില്ല, നമുക്ക് ഈശ്വരം പോർട്ടൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നിപ്പോ ഞാൻ ഒരു ചെറിയ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് രാജ്യത്ത് വലിയ മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തൊഴിലാളി മേഖലയിൽ പല രംഗങ്ങളിലും ന്യായമായ ശമ്പളം കൊടുക്കാൻ. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഗുലാത്തി സ്റ്റഡീസ് റിപ്പോർട്ട് 14.5 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ റേഷൻ കാർഡും പെർമനന്റ് റെസിഡന്റുമായി 14.5 ലക്ഷം. 45 ലക്ഷം ആളുകൾ അന്യ സംസ്ഥാനം, പ്രത്യേകിച്ചും ബംഗാളിൽ നിന്ന്. അവിടെ ആരാ ഭരിച്ചത് 33 കൊല്ലം? അപ്പൊ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ആശയം എന്ന് പറയുന്നത് പരിപൂർണമായി രാഷ്ട്രീയപരമായ താല്പര്യം വെച്ചുകൊണ്ട് ട്രേഡ് യൂണിയനിസം പോകാൻ പാടില്ല. തീർച്ചയായും ഞങ്ങളെല്ലാവരും വളരെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ആകെ ചന്ദ്രശേഖരനും KP കൂടെയുള്ള തർക്കം ഈ ATUC ആരുടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആരോഗ്യകരമായ ചർച്ചയിലാണ്. BMSും എല്ലാവരുമായി ചേർന്നുകൊണ്ട് രാജ്യത്ത് വരുന്ന പ്രതിസന്ധികളെ നേരിടും. നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ ഉണ്ണിത്താൻ. ഈ വിഷയം എത്രമാത്രം ഗൗരവമാർന്നതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരികളിൽ നിൽക്കുന്ന സമയത്തും ഈ ഒരു വിഷയത്തെ സമീപിക്കുന്ന സമയത്ത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് കാണിക്കുന്ന ഈ ട്രേഡ് യൂണിയനുകളുടെ ഐക്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ വ്യത്യസ്ത മുന്നണികളിലും വ്യത്യസ്ത അഭിപ്രായക്കാരായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് മുന്നിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ അഭിമാനിക്കാനും ആശ്വസിക്കാനും വക നൽകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ 2016 വരെ BMSും ഈ സംയുക്ത തൊഴിലാളി കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള ചില വ്യത്യസ്ത രാഷ്ട്രീയമായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ BMSയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ
ചില രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലുള്ള, അതും വളരെ തൊഴിലാളികളുടെ പ്രശ്നം വരുന്ന സമയത്ത് വേണ്ടി വന്നാൽ അതും കൂടെ മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ സംഘടനയും കൂടെ വൈകാതെ എത്തും എന്നുള്ള ഒരു പ്രത്യാശ കൂടി ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സഖാവ് KP ക്ക് എന്തോ പറയണമെന്ന് പറയുന്നു. ഒരു ചെറിയ സമയത്തേക്ക് മൈക്ക് ഞാൻ കൈമാറുന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു അഭ്യർത്ഥനയാണ്. ഇപ്പോൾ ഇതൊരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറേ ഉള്ളൂ നമുക്ക് കിട്ടിയുള്ളൂ. ഈ വിഷയം മലയാള മനോരമയുടെ തുടർന്നുള്ള ഒരു പൂർണ്ണ ദിവസം എടുത്ത് ഇതിൻ്റെ കുറച്ചുകൂടി വിശദാംശത്തിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മഹോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഈ സെഷനല്ല, ഈ കോഴിക്കോടിൻ്റെ വലിയ തോതിൽ ഉയർത്തി കൊണ്ടുവരുന്നൊരു മഹോത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊതു തീരുമാനത്തിൽ നേരത്തെ ചന്ദ്രശേഖരദത്ത് പറഞ്ഞു, കോഴിക്കോട്ടെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഹോം ട്രസ്റ്റ് ആ വിഷയത്തിൽ ആ നിയമം നടപ്പിലാക്കണം എന്നൊരു പൊതു അഭിപ്രായം ഇതിലൂടെ ഉയർന്നു വന്നാൽ അത് തൊഴിലാളിയെ സംബന്ധിച്ച് വളരെ സഹായകരമാവും. തീർച്ചയായും ആ ഒരു വിഷയത്തിൽ ഈ 1991 രാജ്യത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായത്തോടെ പൂർണ്ണമായും നമ്മൾ വിലയിരുത്തുമ്പോൾ യോജിച്ചേ പറ്റുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് 2014 വരെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2014 മുതൽ 24 വരെ ഒരു കാലഘട്ടമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അത് ഓർമ്മ വേണം. ഇവരെ രാഷ്ട്രീയം പറയാൻ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതാണ് എന്റെ പ്രശ്നം. ഞാൻ ഒരു വഴക്കിനുമില്ല, കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കും. നമുക്കൊരു 5 മിനിറ്റ് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ, ഇത് പറഞ്ഞതുപോലെ KP കൂടെ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ ഒരു സബ്ജക്റ്റാണ്. ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തീരാൻ പറ്റാത്ത അത്ര ആഴം ഈ വിഷയത്തിനുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് ചോദിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ KP ഇവിടെ പറഞ്ഞ കോംട്രസ്റ്റിന്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ സെമിനാറുകൾ തന്നെ മനോരമയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ അതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് ആ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തും എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഒരു നിർദ്ദേശമാണ്. അതായത് ഇവരെല്ലാവരും ഈ ഐക്യത്തോടെ പറഞ്ഞത്, അതായത് തൊഴിലാളികളുടെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ദിവസത്തേക്ക് മാത്രം ചർച്ച ചെയ്ത് മറന്നുപോയൊരു വിഷയം അടുത്ത കാലത്ത് അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചുപോയി. തൊഴിൽ സമ്മർദ്ദം കാരണം. നമ്മൾ അധ്വാനിക്കുന്ന ശാരീരിക അധ്വാനമുള്ള തൊഴിലാളികളുടെ കാര്യങ്ങളാണ് ഒരു കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സർവീസ് സെക്ടർ വന്നിട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അടിമകളെ പോലെ തൊഴിലെടുക്കുന്ന ഒരുപാട് മേഖലകളുള്ള ആളുകളുണ്ട്. ആ വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ അറിയാം. അവരെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യാത്തതുകൊണ്ട് അവരാരും വോട്ട് എടുക്കുന്നില്ല. അന്നത്തെ ദിവസം ടൂർ പോകുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. കമ്പനികൾ വളരെ ലിറ്ററലി അടിമകളെ പോലെ തൊഴിലാളികളെ കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിൽ വളരെ വിശദമായ രീതിയിൽ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. കാനഡയിലേക്കും UK യിലേക്കും ജർമ്മനിയിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ തൊഴിലാളി യൂണിയൻ എന്തോ വലിയ തെറ്റാണെന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ അവിടെ പോയിട്ട് തൊഴിലാളി യൂണിയനിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പൊതുബോധം കുറച്ചും കൂടെ ഭംഗിയായിട്ട് രൂപപ്പെടുത്തണമെങ്കിൽ അതിന് മീഡിയ ഉൾപ്പെടെ ചർച്ചകൾ, വളരെ ക്രിയാത്മകമായിട്ടുള്ള സീരിയസ് ലെവലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ എല്ലാവരും കൂടെ ശ്രമിക്കണം. അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ വലിയൊരു അൺസർട്ടനിറ്റിയിലേക്ക് പോകും. അതൊരു അരാധിപത്യത്തിലേക്ക് പോകും. അത് ഒരു ശമ്പളം, സെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരാളുടെ കരിയറിലെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുന്ന സംവിധാനങ്ങൾക്കെതിരെ ഈ യോജിച്ച കൂട്ടായ്മയും മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ഒരു ദിവസത്തെ ചർച്ചയാക്കാതെ കുറവ് ചർച്ചകൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അല്ല, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മാധ്യമങ്ങൾ ആണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കുന്നത്. അതും നമ്മൾ കാണണം. നമ്മൾ ഒരു മാധ്യമത്തിൻ്റെ വേദിയിലായതുകൊണ്ട് സൂചിപ്പിച്ച് സംസാരിച്ച് പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആ കാര്യത്തിൽ വളരെ ഷാർപ്പായ നിലപാട് പൊതുസമൂഹത്തിന് എടുക്കാൻ കഴിയണം. ഇപ്പോൾ കറോഷി, ജപ്പാനിലെ ടോക്കിയോയിലൊക്കെ ഈ അന്നാ സെബാസ്റ്റ്യന്മാരെന്താണ് നിരന്തരമായി 90കളുടെ ആദ്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തൊഴിൽ സേവന വ്യവസ്ഥകളില്ലാതെ എത്രയോ മണിക്കൂർ 12, 16, 18 മണിക്കൂറൊക്കെ ഈ യുവതികളെ കൊണ്ടും യുവാക്കളെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുക. അന്നാ സെബാസ്റ്റ്യൻ ഈ ലോ പ്രഷർ വന്ന് പിടഞ്ഞു വീണു മരിച്ചു എന്ന് പറയുന്നത് ഇത് ലോകത്തിലെ എല്ലാ മുതലാളിത്ത നഗരങ്ങളിലും ഇത് വളരെ 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 പ്രകടമായി വന്ന ഒന്നാണ്. ഇത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ തൊഴിൽ നിയമ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ തൊഴിൽ നിയമങ്ങൾ എന്താണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ലേബറാണ്. മുതലാളിക്ക് ആവശ്യമായ രീതിയിൽ അയച്ചു കൊടുക്കുകയാണ്. ആ രീതിയിൽ ലിബറലൈസേഷൻ
ഹിംസാത്മകമായ പണിയെടുക്കുന്ന മനുഷ്യരെ കൊന്നുകളയുന്ന ഒരു പ്രവണതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. LPGയുടെ മഹാനേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ 90കളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ LPGക്ക് വേണ്ടി ഒഴുക്കിയ മഷിയുടെ അളവെടുത്ത് നോക്കിയാൽ അനിലേ എന്താണ് ഈ രാജ്യത്തെ മുക്കിക്കൊല്ലാനുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മീഡിയ വളരെ കുറ്റകരമായ മൗനവും സമ്മതവും കൺസെൻറ്റും ഈ നിയോ ലിബറൽ നയങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ലോക നഗരങ്ങളെ ആകെ ഇപ്പം ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ IT നഗരങ്ങളിലും എന്താണ് ഈ അന്നാ സെബാസ്റ്റ്യന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം കേരളത്തിലായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യയിൽ പൂനെയിൽ ചർച്ച ചെയ്യുമോ? പൂനെയിൽ അന്നാ സെബാസ്റ്റ്യൻ എത്രയുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. കേരളത്തിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തൻ്റെ ഇടം കാണിച്ചത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ സദസ്സ് നമുക്കറിയാം, നമ്മുടെ സാഹിത്യ ചർച്ചകളിലൊക്കെ അതാണ് വളരെ വളരെ വൈകാരികവും അമൂർത്തവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനോഭാവം മലയാളിക്കുണ്ട്. മൂർത്തവും ജീവൽ പ്രധാനവുമായ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന വൈകാരികതയുടെ ഒരു ലോകത്ത് നമ്മുടെ പുതിയ തലമുറ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂർത്തവും വളരെ വളരെ ജീവിതപ്രധാനവുമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ച ഈ വിഷയം പരിഗണിക്കേണ്ടത് തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനുള്ളൊരു വേദി പരിമിതമായിട്ടാണെങ്കിലും 50 മിനിറ്റിൻ്റെ ഒരു വേദിയാണെങ്കിലും ഇങ്ങനെ ഒരു വേദി ഇവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇവരൊക്കെ അതിനോട് യോജിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വിഷയങ്ങൾ മാധ്യമ മേഖലയിൽ ഈ വിഷയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, അധികം ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്, ശമ്പളം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. ഇത് എല്ലാ മേഖലയിലും ബാധിക്കുന്ന പോലെ അത് മാധ്യമ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു പ്രാരംഭ വേദി എന്നുള്ള നിലയ്ക്ക് ഇതിൽ വളരെ പോസിറ്റീവായിട്ട് ഇനി ഇതിലും വലിയ വലിയ ചർച്ചകൾ ഉയർന്നു വരട്ടെ, അതിനുള്ളൊരു ചവിട്ടുപടിയായിട്ട് ഇത് തീരട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ആശംസിക്കാൻ കഴിയുക, പ്രതീക്ഷിക്കാൻ കഴിയുക. അപ്പോൾ തുടർന്നുള്ള നാളുകളിൽ നമുക്ക് ഈ വിഷയം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനും അതിന് കൂടുതൽ വേദി ഒരുക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ ഇനി സംസാരിക്കുന്നില്ല, ഇത് അവസാനിച്ചതായിട്ട് കണക്കാക്കിക്കൊണ്ടുള്ള അവസാനത്തെ ചോദ്യമാണ്. ഒറ്റ ചോദ്യമാണ്. ഇനി ഒറ്റ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. BMS പ്രതിനിധി കേരളത്തിൽ 30% കരാർ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞു. അതിൽ മറ്റേ CITU പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത് ഒന്നറിയണം. രണ്ടാമത്തെ കാര്യം, ഈ മീഡിയ ഈ സ്പോൺസർഷിപ്പ് മുതലാളിമാർക്കെതിരായി ന്യൂസുകൾ എഴുതുന്നില്ല എന്നത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എഴുതിയിട്ടില്ല എന്നുള്ള സ്വയം അനുഭവമുള്ള ആളാണ്. അപ്പോൾ മീഡിയയുടെ എത്ര ചർച്ചകളിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട്. അതിനെന്താ ഉത്തരം? അല്ല, ഇത് ഞാനൊരു CITUവിൻ്റെ പ്രതിനിധിയല്ല, ആദ്യം തന്നെ പറയട്ടെ. ഞാൻ CITU പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ വിഷയത്തിൽ കരാർ ജോലി എന്ന് പറയുന്നത് അത് തൊഴിലാളികൾക്ക് വ്യവസ്ഥാപിതമായ സേവന വ്യവസ്ഥകളും കൂലിയും കൊടുക്കാതിരിക്കാനാണ്. അത് രാജ്യത്ത് നിരോധിക്കണം, കരാർ തൊഴിൽ നിരോധിക്കണം. പക്ഷേ ഇന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ഭാഗമാണ് ഈ കേരളം എന്ന ഏറ്റവും ചെറിയ ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കേരളത്തെ ആക്ഷേപിച്ചാൽ ദേശീയ തലത്തിൽ നടത്തുന്ന ഈ കരാർ തൊഴിലിൻ്റെ ഭീകരത മറച്ചു വെക്കാമെന്നായിരിക്കും ഉണ്ണിത്താൻ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ. അതെ, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ആ കണക്കുകളൊക്കെ തന്നെ എന്താണ് ഓരോരുത്തർ ഇഷ്ടം പോലുള്ള കണക്കുകൾ പറയും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കരാർ തൊഴിൽ കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. കരാർ തൊഴിൽ ഇല്ലാതാവില്ല. ഇപ്പോൾ അതിഥി തൊഴിലാളികളായി ഇവിടെ വരുന്ന ഈ ആളുകളൊക്കെ എങ്ങനെയുള്ള ആളുകളാണ്? കോവിഡ് കാലത്ത് കേരളം എടുത്ത വളരെ സുരക്ഷാപൂർവ്വമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കരാർ തൊഴിലാളിയും മരിച്ചു വീഴാതിരുന്നത്. എന്നാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ട് എന്താണ് 5 ലക്ഷം ആളുകൾ, WHO കണക്കാണ്, 5 ലക്ഷം കരാർ തൊഴിലാളികളാണ്, കുടിയേറ്റ തൊഴിലാളികളാണ് ഇന്ത്യയിൽ കോവിഡ് കാലത്ത് മരിച്ചു വീണത്. എന്തെങ്കിലും കണക്ക് ഉണ്ണിത്താൻ്റെ പാർട്ടിയോ ഉണ്ണിത്താൻ്റെ ഗവൺമെൻറ്റോ പറഞ്ഞു? ഒരു കണക്കും പറഞ്ഞില്ല.